morning. Good morning. Hello. Good morning. Okay, Tarata, Miss Marker. Morning. Okay. Just to know revision start exam term exam revision. Second chapter full exam revision. Okay. Okay, second chapter revision second chapter full exam down about this revision. Second chapter recruitment and selection. Recruitment recruitment can be defined as the process of finding out the prospective candidate for filling actual or protected vacancies in an organization. So, first, recruitment in recruitment in organization project വരാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രക്രിയ ഇതിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ. ഇനി അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 പേര് പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ ആണ്. അത് കൃത്യമായിട്ട് പഠിക്കുക. ചോദിക്കാറുണ്ട് ചിലപ്പോൾ ഈ ഡെഫിനിഷൻ തന്നിട്ട് ആരാണ് ഇത് കോയിൻ ചെയ്തത് അല്ലെങ്കിൽ ആരാണ് ഇത് ഡിഫൈൻ ചെയ്തത് ചോദിക്കാറുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കാം. എഡ്വിൻ ബി ഫിപ്പോ, ബാബർ, ടൈലി ഓർഡർ. ഓക്കെ, അവരുടെ 3 ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കാം. ഇനി നെക്സ്റ്റ് ആണ് നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ്. ഏതൊക്കെയാണെന്നുള്ളത് പോസിറ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ, പെർവേസീവ് ഫംഗ്ഷൻ, ടു-വേ പ്രോസസ് ആണ്, ലിങ്കിങ് ആക്ടിവിറ്റി ആണ്, കോംപ്ലക്സ് ജോബ്സ്. ഇത്രയും കാര്യങ്ങളാണ് നേച്ചറിൽ വരുന്നത്. ഒന്ന് ഓർത്തിരിക്കാം. നേച്ചറിൽ വരുന്ന നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ഏതൊക്കെ പോയിന്റ്സ് ആണെന്നുള്ളത് ഓർത്തിരിക്കും. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ബിസിനസ് ഗ്രോത്ത്, ഫില്ലിംഗ് വാക്കൻസീസ് പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ, അതുപോലെ തന്നെ ചേഞ്ചിങ് ഓഫ് ജോബ് റോൾസ്, ഇന്റേണൽ പ്രൊമോഷൻസ്, ഇൻക്രീസിംഗ് വർക്ക് ലോഡ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗനൈസേഷന് പുറത്തുള്ള ഫാക്ടേഴ്സ്, അതായത് ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഫാക്ടേഴ്സിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഉണ്ട്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ്, ലേബർ മാർക്കറ്റ്, ഇമേജ് ഓർ ഗുഡ്വില്, പൊളിറ്റിക്കൽ, സോഷ്യൽ, ലീഗൽ എൻവയോൺമെന്റ്, കോമ്പറ്റീറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് ഇന്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി റെഗുലേറ്റ്, നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് അല്ലെ. Regulated by the organization itself are called the internal factors. Okay, അപ്പൊ internal factors എന്താണ്, external factors എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. Internal factorsൽ വരുന്നത് എന്താണ്? Human resource planning, recruitment policy, size of a firm, cost. ഇത്രയും കാര്യങ്ങളാണ് internal factorsമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് process of recruitment. Okay, first process എന്താ?
ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ഉണ്ട്. അതുപോലെ തന്നെ ഐഡന്റിഫൈയിങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്, കോണ്ടാക്ടിങ് സോഴ്സസ്, അപ്ലിക്കേഷൻ പൂള്, സെലക്ഷൻ പ്രോസസ്. ഇത്രയും കാര്യങ്ങളാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ് ആയിട്ട് വരുന്നത്. 5 കാര്യങ്ങളാണ്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ഉണ്ട്, ഐഡന്റിഫൈയിങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്, കോണ്ടാക്ടിങ് സോഴ്സസ്, അപ്ലിക്കേഷൻ പൂള്, സെലക്ഷൻ പ്രോസസ്. ഓക്കെ, ഈ റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പ്ലാനിങ് ആണ്. ഏതൊക്കെ സ്റ്റെപ്പുകളാണ് ഫസ്റ്റ് വരുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടതാണ്. കൃത്യമായിട്ട് 5 സ്റ്റെപ്പും പഠിച്ചു വെക്കാം. ഓക്കെ, റിക്രൂട്ട്മെന്റിന്റെ 5 സ്റ്റെപ്പും പഠിച്ചു വെക്കാം. ഇനി റിക്രൂട്ട്മെന്റ് പ്ലാനിങ്ങിൽ വരുന്ന 2 കാര്യങ്ങളാണ് നമ്പർ ഓഫ് കോണ്ടാക്ട്സ് ആൻഡ് കോണ്ടാക്ട്സ്, ടൈപ്പ് ഓഫ് കോണ്ടാക്ട്സ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഐഡന്റിഫൈയിങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്. ഓക്കെ, അതിൽ പറയുന്നത് എന്താ, അവരെന്താണ് ജോലി സ്വയം ഓഫർ ചെയ്യാനായിട്ടുള്ള വിഭവങ്ങളായിട്ടുള്ള കണ്ടെത്തണം അല്ലെ. ഇപ്പൊ ഒരു എന്താ ഓർഗനൈസേഷനിൽ നമ്മൾ ജോലി ഓഫർ ചെയ്യുമ്പോൾ ഹയർ സാലറി, ടി എ അല്ലെ, ഇതൊക്കെ നമ്മൾ ബോണസ്, ഇതൊക്കെ പ്രൊമോഷൻ, ട്രാൻസ്ഫർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് സ്വയം അവരെന്ത് ചെയ്യുന്നുണ്ട്, ജോലി കയറാം എന്ന് പറഞ്ഞിട്ട് അവര് സ്വയം നമ്മളോട് പറയും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഐഡന്റിഫൈയിങ് റിക്രൂട്ട്മെന്റ് സോഴ്സസ്. ഇനി കോണ്ടാക്ടിങ് സോഴ്സസ് എന്ന് പറഞ്ഞാല് കൺസൾട്ടിങ് ഏജൻസീസിലേക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ വേക്കൻസിയിലോട്ട് ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്ന ഒരു രീതി. ഈ ആപ്ലിക്കേഷൻ കോൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു കുറെ അപ്ലിക്കേഷൻസ് നമ്മളുടെ ഈ വേക്കൻസി കാണുമ്പോൾ ആൾക്കാരെ അழைക്കും അല്ലെ, ജോലിക്കാരെ അழைക്കും. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള ആളുകളെ നമ്മൾ അതിൽ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് സെലക്ഷൻ പ്രോസസ്, ജോലിക്ക് കൂടുതൽ കഴിവുള്ള ആളുകളെ നിയമിക്കുന്നതിന് അപേക്ഷകരെ തരംതിരിക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ അല്ലെ, സെലക്ഷൻ എന്ന് പറയുന്നത് ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് സെലക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് പ്രോസസ് ഓഫ് ക്ലാസിഫൈയിങ് അപ്ലിക്കന്റ് in order to hire those who are more competent for a job. Okay, it's called the selection. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഇവാലുവേഷൻ ആൻഡ് കൺട്രോൾ. ഓക്കെ, വിലയിരുത്തലും അതുപോലെ തന്നെ നിയന്ത്രണവും. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോബിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് സക്സസ്ഫുൾ ഉണ്ടാക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു അല്ലെ. ആ എംപ്ലോയി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റോ ഇല്ലയോ എന്നുള്ളത്. ഇനി അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ വെരി എക്സ്പെൻസീവ് ആണ്. എന്തൊക്കെയുണ്ട്, സാലറി കൊടുക്കണം അല്ലെ, റിക്രൂട്ടേഴ്സിന് സാലറി കൊടുക്കണം, അഡ്വർടൈസിങ് കോസ്റ്റ്, മാനേജേഴ്സ് സാലറി, അങ്ങനെയുള്ള പല പല പോസ്റ്റുകളും ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊരു എക്സ്പെൻസീവ് പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം, ഇപ്പൊ കയറിയ ആൾക്കാർക്ക് മനസ്സിലാവില്ല മിസ് എന്താ എടുക്കുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഒരു റിവിഷൻ ആണ്, സെക്കൻഡ് ചാപ്റ്ററിലെ റിവിഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പോൾ ടേം എക്സാം വരും. ടേം എക്സാം നടത്തിയിട്ടില്ല, അപ്പൊ ടേം എക്സാം വരും. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് നമ്മള് സെക്കൻഡ് ചാപ്റ്റർ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ഫുള്ളും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതിന്റെ റിവിഷൻ ആണ് തരുന്നത് കേട്ടോ. പഠിക്കേണ്ട കാര്യങ്ങൾ, സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കാം. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ സോഴ്സസ് ഏതൊക്കെയാണ്, ഇന്റേണൽ സോഴ്സസ് ഏതൊക്കെയാണ്, ഐഡന്റിഫൈ ദ എക്സ്റ്റേണൽ സോഴ്സ്, ഐഡന്റിഫൈ ദ ഇന്റേണൽ സോഴ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്റേണൽ സോഴ്സിൽ വരുന്നതും എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നതും കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിൽ വരുന്നത് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതിൽ വരുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോ ഇന്റേണൽ സോഴ്സിൽ വരുന്നത് ട്രാൻസ്ഫർ ആൻഡ് പ്രമോഷൻ, ജോബ് പോസ്റ്റിംഗ്, എംപ്ലോയി റഫറൻസ്, ഫോർമർ എംപ്ലോയീസ്, പ്രീവിയസ് അപ്ലിക്കൻസ്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത്. ഇന്റേണൽ സോഴ്സിൽ വരുന്നത് ഏതൊക്കെയാണ്, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, തേർഡ് പാർട്ടി മെത്തേഡ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഓരോന്നിന്റെയും മെറിറ്റ് ഉണ്ട്, അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. ഏതൊക്കെയാണ് നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ എന്ന് പറയുന്നത് മിസ്സിന് അറിയാൻ വലിയ ചാപ്റ്റർ ആണ്. മറ്റുള്ള ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് വലിയൊരു 66 അത്രയും പേജസ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ ഓരോന്നിന്റെയും
മെറിറ്റ്, ഡിമെറിറ്റ്, നേച്ചർ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. അപ്പൊ കൃത്യമായിട്ട് എന്തെങ്കിലും കോഡോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് പഠിക്കുക. എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ഓർ പബ്ലിക് എക്സ്ചേഞ്ച് ഏജൻസിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? എംപ്ലോയ്മെന്റ് ഓർ ലേബർ എക്സ്ചേഞ്ച് കേട്ടോ. അതൊന്ന് കൃത്യമായിട്ട് നോക്കാം, ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടൻസ് എനിക്കാണ് determines the present and future requirements, create and increase the application pool, increase the success rate of the selection. KSAS. Okay, അത് ചോദിക്കാറുണ്ട്. നോളജ്, സ്കില്ല് ആൻഡ് എബിലിറ്റി, അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, selection refers to a process in which employees are selected from the list of job applicants, processing the required knowledge and skills for the job to be performed in an organization. അപ്പൊ എന്താണ് സെലക്ഷൻ എന്ന് പറഞ്ഞാല്? സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ ജോബ് ചെയ്യുവാനായിട്ട് സ്കില്ലും നോളജും ഉള്ള ആളുകളെ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നു. ഓക്കെ, ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ആ വേക്കൻസിയിലോട്ട് ആ കറക്റ്റ് ആയിട്ടുള്ള സ്കില്ലും നോളജും ഉള്ള ആളുകളെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നതിനെയാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഓരോ ഡെഫിനേഷൻ, ഓരോ ആൾക്കാർ പറഞ്ഞ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് നോക്കാം കേട്ടോ. റിക്രൂട്ട്മെന്റിന് 3 ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത്. ആരുടെ ഏത് ആളുടെ വേണമെങ്കിലും ചോദിക്കാം. അതുപോലെ തന്നെ ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 4 പേര് പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ട് എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ, ഈ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്, വെരിഫൈ ദ അപ്ലിക്കന്റ് ക്യാപ്പബിലിറ്റീസ്, കഴിവ് വെരിഫൈ ചെയ്യാം, പ്ലേസ് റൈറ്റ് കാൻഡിഡേറ്റ് അറ്റ് റൈറ്റ് ജോബ്, ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി കാൻഡിഡേറ്റ്, സേവ് കോസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത് കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷനിൽ വരുന്നത് ഇന്റേണൽ environmental factors ഉണ്ട്, size of the organization, type of the organization, nature of social pressure, candidate pool, speed of decision making. Next, external environmental factors വരുന്നത് nature of a labor market, trade unions, government regulations. Outcome decisions, ഹൈ ഹിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ട്രൂ പോസിറ്റീവ് എന്നുള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ലോ ഹിറ്റ് എന്ന് പറഞ്ഞാല് ട്രൂ നെഗറ്റീവ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെക്കാൻ ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി സെലക്ഷൻ പ്രോസസ് അല്ലെ, സെലക്ഷൻ പ്രോസസ് ഇത്രണ്ട് സ്റ്റെപ്പ് അടിയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് കേട്ടോ. ബോട്ടം ടു ടോപ്പ് ആണ് അതിന്റെ സെലക്ഷൻ പ്രോസസ് കൊടുത്തിരിക്കുന്നത്. നമ്പേഴ്സ് അനുസരിച്ചിട്ട് നോക്കാം. എന്താണ് ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് സ്ക്രീനിങ് ഓഫ് അപ്ലിക്കന്റ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഫോം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സെലക്ഷൻ ടെസ്റ്റ്, സെലക്ഷൻ ഇന്റർവ്യൂസ്, മെഡിക്കൽ എക്സാമിനേഷൻസ്, റഫറൻസ് ചെക്ക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ലാസ്റ്റ് വൺ ആണ് ഇത് ഹയറിംഗ് ഡിസിഷൻ. നിങ്ങൾ തെറ്റിച്ചെഴുതരുത്. ചിലപ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഹയറിംഗ് ഡിസിഷൻ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരിക്കും എന്ന് പറഞ്ഞിട്ട് എഴുതരുത് കേട്ടോ, തെറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ബോട്ടം ടു ടോപ്പ് ആണ് പ്രോസസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കാം. 6 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ,
ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പ്രിലിമിനറി ഇന്റർവ്യൂ. ഓക്കെ, പ്രിലിമിനറി ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായിരിക്കും preliminary interview? The first step in the process of a selection is the preliminary interview. അല്ലെ, selection processന്റെ first step ആണ് preliminary interview എന്ന് പറഞ്ഞാൽ. After it has used the various recruitment resources and the method to recruit candidates. എന്താണ് ഈ സോഴ്സസ് അതുപോലെ തന്നെ മെത്തേഡ്സും യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്റർവ്യൂസ് അല്ലെ, നമ്മൾ ഇന്റർവ്യൂസിലൂടെ റിക്രൂട്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നത്. ഇനി എന്താ കാൻഡിഡേറ്റ്സിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? The preliminary interview is the brief interview with which the simple questions like the skills, experience and salary expectations of the candidate are asked. അല്ലെ, എന്താണ് കാൻഡിഡേറ്റ്സിനോട് നമ്മൾ സ്കിൽ, എക്സ്പീരിയൻസ്, സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെയാണ് ഈ ഇന്റർവ്യൂസിലൂടെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് മെത്തേഡ് ആണ് ഇതെന്ന് പറയുന്നത് പ്രിലിമിനറി ഇന്റർവ്യൂ. ഇങ്ങനെ ഇന്റർവ്യൂ നടക്കുന്നത് എങ്ങനെയാണ്? റിക്രൂട്ടർ കാൻഡിഡേറ്റ് തമ്മിൽ ഫേസ് ടു ഫേസ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, ഇത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബാക്കിയുള്ളത് വായിച്ചു നോക്കാം. ഓക്കെ, അപ്ലിക്കേഷൻ ഫോം ഓർ അപ്ലിക്കേഷൻ ബ്ലാങ്ക്. അപ്ലിക്കേഷൻ ഫോമിനെ പറയുന്ന മറ്റൊരു പേരാണ് അപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ആർ യൂസ്ഡ് ടു ഗെയിൻ ഡീറ്റെയിൽസ്, ബേസിക് ഡീറ്റെയിൽസ് അബൌട്ട് ദി കാൻഡിഡേറ്റ്. ഈ അപ്ലിക്കേഷൻ ഫോമിൽ എന്തൊക്കെ ഉണ്ടാവാം? ബേസിക് ഡീറ്റെയിൽസ് ആണല്ലേ, പേര്, അഡ്രസ്, അങ്ങനെയുള്ള പല വിവരങ്ങളും ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ അപ്ലിക്കേഷൻ ഫോമിൽ അടങ്ങിയിരിക്കുന്നത് ആരുടെ? കാൻഡിഡേറ്റ്സിന്റെ. It helps to identify the candidate interest area to be of great help in discussion during the interview. Okay, ഇതിലൂടെ അപ്ലിക്കേഷൻ ഫോം നോക്കിയിട്ടാണ് അവർ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും, ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആപ്ലിക്കേഷൻ ഫോം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ആരാണ് ഡെഫിനേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഡെഫിനേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. പർപ്പസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. അതുപോലെ തന്നെ സിവിൽ റൈറ്റ് ആക്ട്, സിവിൽ റൈറ്റ്സ് ആക്ട് വന്നിരിക്കുന്നത് 1964 എന്നുള്ളത് ഓർത്ത് വെക്കുക. ഈ അപ്ലിക്കേഷൻ ഫോം ഏതൊക്കെയാണ് ഉൾപ്പെടുന്നത്? കണ്ടന്റ്സ് ഏതൊക്കെയാണ്? പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഉണ്ട്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, സാലറീസ് ഉണ്ട്, പേഴ്സണൽ ഐറ്റംസ് ആൻഡ് റെഫറൻസ്. ഇതൊക്കെയാണ് അപ്ലിക്കേഷൻ ഫോമിന്റെ കണ്ടന്റ്സ് ആയിട്ട് വരുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് അറിയാലോ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാം. ഇതൊക്കെ നമ്മൾ എവിടേക്കാണ് പഠിച്ചിരിക്കുന്നത്? നമ്മുടെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ പേര്, വിവരങ്ങൾ എല്ലാം അടങ്ങിയ ഡീറ്റെയിൽസ്. വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അല്ലെ, എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സാലറി അല്ലെ, സാലറിയുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്ന സാലറി ഏജിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ എന്താണ്? പേഴ്സണൽ ഐറ്റംസ്. ഓക്കെ, നമ്മുടെ ലൈക്ക്, ഡിസ്ലൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങള്. ഹോബീസ്, അങ്ങനെയുള്ള ഹോബീസ്, അതുപോലെ തന്നെ സ്പോർട്സ് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യാറുണ്ട്. പിന്നെ എന്താ? റെഫറൻസ് അല്ലെ, ഏതെങ്കിലും നമ്മള് മുമ്പ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള റെഫറൻസുമായിട്ട് നമ്മൾ റെഫറൻസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണലുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മളെ പഠിച്ചത് റെഫറൻസ് അങ്ങനെ വെക്കാറുണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് അപ്ലിക്കേഷൻ ഫോം കൃത്യമായിട്ട് പഠിക്കാം, ഡിസ്അഡ്വാൻറ്റേജസ് നോക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുന്ന മറ്റൊരു പേരാണ് എന്താ? അന്വേഷിച്ചോ?
Okay. Tests are also known as എന്താണ് psychological test ഓർത്തിരിക്കാം. Selection test എന്ന് പറഞ്ഞാല് tests are also known as psychological test ആണ്. പിന്നെന്താ ഈ ടെസ്റ്റിന്റെ അവിടെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആളുകൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടൊന്ന് നോക്കാം. ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, സിറ്റുവേഷൻ ടെസ്റ്റ്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്തൊക്കെയാ വരുന്നുണ്ട്? ഇന്റലിജൻസ് ടെസ്റ്റ്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എന്താ സൈക്കോമോട്ടോർ ടെസ്റ്റ്, അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ വരുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റിൽ ഏതൊക്കെ വരുന്നുണ്ട്? ജോബ് നോളജ് ടെസ്റ്റ് ഉണ്ട്, വർക്ക് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. അച്ചീവ്മെന്റ് ടെസ്റ്റിൽ വരുന്നത് 2 ടെസ്റ്റുകളാണ്. ജോബ് നോളജ് ടെസ്റ്റ് ഉണ്ട്, വർക്ക് സാമ്പിൾ ടെസ്റ്റ് ഉണ്ട്. ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, സൈക്കോമോട്ടോർ ടെസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. ഇതിലേക്ക് ഇൻക്ലൂഡഡ് ആണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ് കേട്ടോ. ഇനി സിറ്റുവേഷണൽ ടെസ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനും. പിന്നെ എന്താ വരുന്നത്? സിറ്റുവേഷണൽ ടെസ്റ്റില് ഇൻ ബാസ്കറ്റ് ആണ് അതിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, അച്ചീവ്മെന്റ് ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിറ്റുവേഷണൽ ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. ചോദിക്കാറുണ്ട് ഏതൊക്കെ വരും അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ സിറ്റുവേഷണൽ ടെസ്റ്റ് നമ്മൾ ഓപ്ഷൻ മറിച്ച് കൊടുത്തിട്ട് ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് സിറ്റുവേഷൻ ടെസ്റ്റിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചാൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓരോ ടെസ്റ്റും എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഡിഫറൻസ് ചെറുതായിട്ടൊന്ന് വായിച്ചു വെച്ചാൽ മതി. എന്താണ് ഡിഫറൻസ് എന്നുള്ളത് ചോദിച്ച് കണ്ടിട്ടില്ല. കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഓക്കെ. Choosing a test. Okay, following factors or standards should be considered while choosing a selection test. Objectivity in the utility in the reliability in the validity in the അതുപോലെ തന്നെ preparation, suitability correct ആയിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. ഒബ്ജക്ടിവിറ്റി അതുപോലെ തന്നെ യൂട്ടിലിറ്റി എന്താണ്. അപ്പോ അതിന്റെ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. refers to the financial gains obtained by using a specific selection method. എന്താ ഈ റിലേബിലിറ്റിന് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? യൂണിഫോമിറ്റി ഓഫ് ദ സെലക്ഷൻ ടെസ്റ്റ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതേണ്ടതാണ്. ഇനി വാലിഡിറ്റി ഓഫ് ദി ടെസ്റ്റ് this can be important element കേട്ടോ. ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. It is the degree to which the test evaluator what it was supposed to evaluate. Okay. Advantages just ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ. ഇനി എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ. ഇന്റർവ്യൂ is the method used to selection purpose which allows an employer to view the overall personality of an individual and freely evaluate his behavior. നമുക്ക് എന്താണ്? നമുക്കൊരു സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റർവ്യൂ വെക്കുന്നത്. ആ ഇന്റർവ്യൂ എന്താണ്? എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയിയുടെ എന്താണ്
ബിഹേവിയർ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അല്ലെ, പേഴ്സണാലിറ്റി അറിയാൻ പറ്റും, ബിഹേവിയർ നമുക്ക് അറിയാൻ പറ്റും, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി അദ്ദേഹം അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സ്കോട്ട്. ഓക്കെ, according to Scott, an interview is a purposeful exchange of ideas and answering questions and communicating between two or more persons. Types of interview ചോദിക്കാറുണ്ട്. എന്താണ്, എത്ര വിധമാണ് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. പ്രിലിമിനറി ഇന്റർവ്യൂ ഉണ്ട്, ഫോർമൽ ഇന്റർവ്യൂ, ഇൻഫോർമൽ ഇന്റർവ്യൂ, unstructured interviews, core interview, ഇതൊക്കെയാണ് പ്രിലിമിനറി ഇന്റർവ്യൂ വരുന്നത്. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇന്റർവ്യൂ, ഇന്റർവ്യൂ, ഫോർമൽ ആൻഡ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, പാനൽ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ഇന്റർവ്യൂ, ഡെപ്ത് ഇന്റർവ്യൂ, ജോബ് ആൻഡ് പ്രോബിംഗ് ഇന്റർവ്യൂ, ഡിസിഷൻ മേക്കിംഗ് ഇന്റർവ്യൂ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. പാനൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ബോർഡ് ഓഫ് അല്ലെ മെമ്പേഴ്സ് ഉണ്ടാവും, അങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കോർ ഇന്റർവ്യൂ ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്റർവ്യൂ പ്രോസസ്സും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോ അല്ലെ, ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അറിയാവുന്ന കാര്യങ്ങളാണ്, കറക്റ്റ് ആയിട്ട് വായിച്ചു വെക്കാം. Merits of interview, advantages and disadvantages. Advantages ഉണ്ട്, എംപ്ലോയേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇന്റർവ്യൂമായിട്ട് ബന്ധപ്പെട്ട്. ജോബ് സീക്കേഴ്സിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് കൃത്യമായിട്ട് വായിച്ചു വെക്കാം. എംപ്ലോയേഴ്സിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്. ഇറ്റ് ഹെൽപ്സ് ടു സെലക്ട് റൈറ്റ് കാൻഡിഡേറ്റ്, ഇംപ്രൂവ് ഗുഡ് വിൽ ഓഫ് എംപ്ലോയേഴ്സ്, ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇത്രയും കാര്യങ്ങളാണ് എംപ്ലോയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ജോബ് സീക്കർ കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, ഹെൽപ്സ് കാൻഡിഡേറ്റ് ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്, ഹെൽപ്സ് ജോബ് സീക്കേഴ്സ് ടു ഇൻക്രീസ് കോണ്ടാക്ട്. ഇത്രയും കാര്യങ്ങളാണ് ജോബ് സീക്കർ അല്ലെങ്കിൽ കാൻഡിഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരിക്കും നമുക്കറിയാം അല്ലെ. ടൈം അല്ലെ, എന്താണ്, എക്സ്പെൻസീവ് ആണ്, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ആണ്, സബ്ജക്ട് ടു ബയസ് ആൻഡ് പേഴ്സണൽ ട്രയൽസ്, difficulty to analyze, ineffective in some areas, recording complexity, demands skilled interviewers. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്അഡ്വാൻറ്റേജസുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻസ്. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാൻഡിഡേറ്റിന് ആവശ്യമായിട്ടുള്ള ഗുണങ്ങളോ കഴിവുകളോ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനെയാണ് ഫിസിക്കൽ എക്സാമിനേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ. ഇനി മെത്തേഡുകൾ ഉണ്ട് കേട്ടോ, ഇമ്പോർട്ടൻസ് ആണ് മെത്തേഡുകള്. ഏതൊക്കെയാണ് മെത്തേഡുകൾ എന്ന് പറയുന്നത്? ഡ്രഗ് ടെസ്റ്റിംഗ് ഉണ്ട്, HIV ആൻഡ് AIDS ടെസ്റ്റിംഗ് ഉണ്ട്, സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് ഉണ്ട്. ഓക്കെ, ഡ്രഗ് ടെസ്റ്റിംഗിന്റെ എന്താ ഒരു എന്താ പറയാ, ഡ്രഗ് ടെസ്റ്റിംഗിന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. റെഡ്യൂസിങ് ദ നെഗറ്റീവ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. റെഡ്യൂസിങ് ദ നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് സബ്സ്റ്റൻസ് അഡിക്ഷൻ ഇൻ ദ workplace is the main objective of drug testing. Okay, drug testing. ഇനി നെഗറ്റീവ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ആബ്സെൻസ്, ടയർഡ്നെസ്, ടേൺ ഓവർ,
ആപ്റ്റിറ്റ്യൂഡ് ഇഷ്യൂസ്, ഫ്രോഡ്, ലോവർ പ്രൊഡക്ടിവിറ്റി, ക്രൈം ആൻഡ് വയലൻസ്. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ നെഗറ്റീവ് ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് reducing the negative effect of substance addiction in the workplace, the main objective of drug test. Okay. ബാക്കിയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കാം. സ്ട്രെങ്ത് ആൻഡ് ഫിറ്റ്നസ് ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ എയ്ഡ്സ് ആൻഡ് HIV ടെസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ്, അതൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, വായിച്ചു വെച്ചാൽ മതി കാര്യങ്ങൾ. അതുപോലെ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് വായിച്ചു വെക്കാം. മെയിൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഡ്രഗ് ടെസ്റ്റിംഗിന്റെ നെഗറ്റീവ് ഇഫക്റ്റുകളും അതുപോലെ തന്നെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, പിന്നെ മെത്തേഡുകളും ചോദിക്കാറുണ്ട്. ഫിസിക്കൽ എക്സാമിനേഷന്റെ എത്ര മെത്തേഡുകൾ ഉണ്ട്, ആ മെത്തേഡുകൾ ഏതെല്ലാം എന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റഫറൻസ് ചെക്കിനെ പറയുന്നത്, റഫറൻസ് ചെക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറയുന്നത്, ആൻസിഡന്റ് ചെക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ബാക്ക്ഗ്രൗണ്ട് ചെക്കും ആന്റിസിഡന്റ് ചെക്ക് എന്ന് പറയുന്നുണ്ട്. ഓർത്ത് വെക്കാം, പർപ്പസ് ഒന്ന് വായിച്ചു വെക്കാം. വെരിഫിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ given by job applicant, character and interpersonal competence, check the omission of the information, serve as a predictor of job success, willingness of the past or current employer to rehire the applicant. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസിൽ വരുന്നത്. മെത്തേഡ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മെത്തേഡ് ചോദിക്കാറുണ്ട്. മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്കിംഗ്, ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ടെലഫോൺ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദ വൺ ഓഫ് ദി ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് റെഫറൻസ് ചെക്കപ്പ്. റെഫറൻസ് ചെക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസിയസ്റ്റ് മെത്തേഡ് ഏതാണ് ചോദിക്കാറുണ്ട്, ഏതാണ് റെഫറൻസ്. ഈ ടെലഫോൺ റെഫറൻസസ് ആണ് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്. അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ റിട്ടൺ റെഫറൻസ് ഉണ്ട്. റിട്ടൺ റെഫറൻസ് എന്താണ്, ദിസ് മെത്തേഡ് ഈസ് വെരി ടൈം കൺസ്യൂമിങ്. ഓക്കെ, അപ്പോൾ ടൈം കൺസ്യൂമിങ് ഉള്ള മെത്തേഡ് ഏതാണ്, റെഫറൻസ് ചെക്കിങ്ങില് ഏത് മെത്തേഡിനാണ് വെരി ടൈം കൺസ്യൂമിങ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടതാണ് റിട്ടൺ റെഫറൻസ്. അപ്പോ ഇനി പേഴ്സണൽ റെഫറൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, അഞ്ച് കാര്യങ്ങളാണ് വരുന്നത് റെഫറൻസ് ചെക്കിങ്ങില്. ഏതൊക്കെയാണ്, ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ് ഉണ്ട്. ഓക്കെ, യാഹൂ, ഗൂഗിളിൽ നിന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെടുക്കുന്നത് ഇന്റർനെറ്റ് ബേസ്ഡ്. ടെലഫോൺ റെഫറൻസ് ഉണ്ട്. റിട്ടൺ റെഫറൻസ് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ വരുന്നത് പേഴ്സണൽ റെഫറൻസ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയാലോ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കാൻഡിഡേറ്റ്സിനെ പറ്റിയുള്ള വെരിഫൈ ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. പേഴ്സണൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാവുന്ന ആളുടെ പേര് നമ്മൾ എഴുതി വെക്കും. അപ്പൊ അയാളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആ റെഫറൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർനെറ്റ് ബേസ്ഡ് റെഫറൻസ്, ടെലിഫോൺ റെഫറൻസ് ഉണ്ട്, റിട്ടൺ റെഫറൻസ് ഉണ്ട്, പേഴ്സണൽ റെഫറൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഹയറിംഗ് ഡിസിഷൻസ്, സെലക്ഷൻ. ഓക്കെ, ഇങ്ങനെയെല്ലാം നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. എന്താണ് എക്സ്പീരിയൻസ് ആൻഡ് വർക്ക് ഹിസ്റ്ററി നോക്കിയിട്ട്, knowledge and ability നോക്കിയിട്ട്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, സോൾവ് ലോജിക്കൽ പ്രോബ്ലംസ്, communication details, communication skills, commitment and motivation to perform the work in the company. ഇത്രയും കാര്യങ്ങളാണ് ഡിസിഷൻ എടുക്കാൻ വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓഫർ ദ എംപ്ലോയ്മെന്റ് ഈസ് കോൾഡ് ജോബ് ഓഫർ. ഓർത്തിരിക്കാം. Types ഉണ്ട് കേട്ടോ. On the basis of condition, okay, on the basis of a compensation decision,
ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. രണ്ട് രീതിയിലുണ്ട്. കണ്ടീഷന്റെ ബേസിൽ വരുന്നത് കണ്ടീഷണൽ ജോബ് ഓഫർ ഉണ്ട്, ഫൈനൽ ഓഫർ ഉണ്ട്. ഇനി കോമ്പൻസേഷൻ ഡിസിഷന്റെ ബേസിൽ വരുന്നത് ലോ ജോബ് ഓഫർ, കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ, ഹൈ ജോബ് ഓഫർ, മാക്സിമം ജോബ് ഓഫർ, ഇത്രയും കാര്യങ്ങൾ. ഇനി ആ കണ്ടന്റ്സ് കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ജോബ് ഓഫറിൽ നമുക്ക് അതിനകത്ത് ഉണ്ടാകുന്ന കണ്ടന്റ്സ് ഇതൊക്കെയാണ് കേട്ടോ. ഓഫറിംഗ് ദ ജോബ് പൊസിഷൻ, remuneration includes employee benefit and performance appraisal and salary increment ticket, date of joining, place of posting, particular conditions of the job offer, information related to the company policies, space or lines of a sign for both the employee and employer, space offered for date of signature lines. ഇത്രയും കാര്യങ്ങളാണ് കണ്ടൻസുമായിട്ട് ബന്ധപ്പെട്ടത് കണ്ടൻസിൽ വരുന്നത്. ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു കോൺട്രാക്ടിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാല് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് തന്നെയാണ്. അതിനകത്ത് എങ്ങനെയാണ് എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കോൺട്രാക്ടിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ കമ്പോണൻസുകൾ അല്ലെ, കമ്പോണൻസ് വെച്ച് ഔട്ട്ലൈൻ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതൊക്കെയാണ് റേറ്റ് ഓഫ് പേ, അവേഴ്സ് ഓഫ് വർക്ക്, ലെങ്ത് ഓഫ് കോൺട്രാക്ട്, holidays and sick leave, termination of employment. ഇത്രയും കാര്യങ്ങളാണ് കമ്പോണൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, റേറ്റ് ഓഫ് പേ ഇതാണ് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. ഇവിടെ അവേഴ്സ് ഓഫ് വർക്കില് അവേഴ്സ് നമ്മൾ വർക്ക് ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങള്. ലെങ്ത് ഓഫ് കോൺട്രാക്ട് നമുക്ക് അതിന്റെ ചിലപ്പോ 6 മാസം ഉണ്ടാവും, 1 വർഷം, അങ്ങനെ നമുക്കറിയാം. കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ. ഇപ്പോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെയാണ് ചിലപ്പോൾ അവർ 6 മാസത്തേക്കാണ് നമ്മളെ ജോലി കിട്ടിക്കുന്നത് അല്ലെ, ചിലപ്പോൾ 1 വർഷം. അപ്പൊ എന്താണ് കോൺട്രാക്ട് ബേസ്ഡ് ആണ് നമ്മുടെ കാര്യങ്ങൾ. ഈ ഹോളിഡേസ് ആൻഡ് സിക്ക് ലീവ്സ് എങ്ങനെയാണെന്നുള്ളത്, ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച്, ചേഞ്ചിങ് ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസസ്, പെർസെപ്ഷൻ, ഫെയർനെസ്, വാലിഡിറ്റി, റിലയബിലിറ്റി, പ്രഷർ ഓഫ് സെലക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഡിഫറൻസും ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഈ ഡിഫറൻസ് ഒന്നും ടേബിളിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഒന്നും ചോദിക്കില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ടേബിള് ചോദിക്കാറില്ല. നെക്സ്റ്റ് ആണ് ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ പ്രോസസ് അറിയാലോ നമ്മള്. എന്താണ് ട്രെയിനിങ് അല്ലെ, ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ തരും അല്ലെ. ഓക്കെ, നമ്മള് എന്താ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തി തരാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തിൽ പറയുന്നത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് വായിച്ചു വെക്കാം. പർപ്പസ് ഒന്ന് നോക്കാം. ടൈപ്സ് കേട്ടോ. ടൈപ്സ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓറിയന്റേഷൻ. നെക്സ്റ്റ് വരുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ഓറിയന്റേഷൻ വരുന്നുണ്ട്. സീരിയൽ ആൻഡ് ഡിസ്ട്രിക്റ്റീവ് ഓറിയന്റേഷൻ വരുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂവർ ആൻഡ് ഡൈവസ്റ്റിറ്റ്യൂവർ ഓറിയന്റേഷൻ എന്നുള്ളതാണ് ടൈപ്സിൽ വരുന്നത്. ഇനി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്, അത് കൃത്യമായിട്ട് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി ഈ കാര്യങ്ങൾ കേട്ടോ. ടൈപ്സ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എന്ത്, പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ.
ജനറൽ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഉണ്ട്, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ഉണ്ട്. എത്രയാണ്? 3 സ്റ്റേജസ് ആണ് കേട്ടോ. മൂന്നാമത്തെ സ്റ്റേജ് എന്താണ്? ഒന്നാമത്തെ സ്റ്റേജ് എന്താണ്? അതൊക്കെ ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പ്രോസസ് ഓഫ് ഓറിയന്റേഷൻ കൃത്യമായിട്ട് ഓർഡറിൽ പഠിച്ചു വെക്കണം. ജനറൽ ഓറിയന്റേഷൻ ഉണ്ട്, ഡിപ്പാർട്ട്മെന്റൽ ഓറിയന്റേഷൻ ഉണ്ട്, സ്പെസിഫിക് ജോബ് ഓറിയന്റേഷൻ ഉണ്ട്. കൺവെൻസ് ഒന്ന് വായിച്ചു വെക്കാം. Requisites of effective orientation. ഏതൊക്കെ വരുന്നുണ്ട്? Involvement of top management, prior planning, assessment of information needs, feedback sections, give knowledge to new employees, gradual induction rather than the superficial introduction. ഇനി നെക്സ്റ്റ് വരുന്നത് sufficient time should be given to new employees. Induction must include all necessary information. Direction by experienced worker. Concluding section. Benefits ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. Reduce the labor turnover. Helps to create realistic employee expectations. Create a job specific satisfaction and a positive attitude towards the employer. Assist the new employee to contribute the original success more quickly. Problems ഒന്ന് വായിച്ചു വെക്കാം. ലിസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. ഇമ്പോർട്ടന്റ് ആണ് പ്ലേസ്മെന്റ്. എന്താണ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ്മെന്റ് എന്താ? Process of assigning or reassigning employees to new or a different job. അല്ലെ? പുതിയ ജോബിലേക്കോ അല്ലെങ്കിൽ ഡിഫറെന്റ് ജോബിലേക്കോ എംപ്ലോയീസിനെ അസൈൻ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ. ഇനി അതിന്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ബിക്കോസ് ആൻഡ് മയേഴ്സ് അതുപോലെ തന്നെ ടയർലി ഓർഡർ രണ്ടുപേരും എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം. പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് വയ്ക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ജോബ് ഫസ്റ്റ് ആൻഡ് മാനേജ്ഡ്, പ്രിൻസിപ്പിൾ ഓഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിഫിക്കേഷൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പ്രിപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് കണ്ടീഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ലോയൽറ്റി ആൻഡ് കോർപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫർ. അതുപോലെ തന്നെ പ്രോസസ്സും ഇമ്പോർട്ടന്റ് ആണ്. 4 പ്രോസസ് ആണുള്ളത്. ഡാറ്റ കളക്ഷൻ ഉണ്ട്, ഇവാലുവേഷൻ ഉണ്ട്, അലൊക്കേഷൻ ഉണ്ട്, കൺട്രോൾ ഉണ്ട്. ഓക്കെ. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണെന്നത് ചോദിക്കാറുണ്ട്. കൃത്യമായിട്ട് ആ പ്രോസസ്സ് പഠിച്ചു വെക്കാം. ബെനഫിറ്റ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. അതുപോലെ തന്നെ പ്രോബ്ലംസും കൃത്യമായിട്ടൊന്ന് വായിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി ഒരവറും കൂടി കിട്ടുകയാണെങ്കിൽ, എക്സാമിന് മുമ്പ് ഒരവറും കൂടി കിട്ടുകയാണെങ്കിൽ ഞാൻ ഗൈഡ് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്കെ. ഗൈഡ് വാങ്ങിച്ചിട്ടുണ്ടോ എല്ലാവരും? വാങ്ങിച്ചിട്ടുണ്ടോ ഗൈഡ്? ആരും വാങ്ങിച്ചിട്ടില്ല. ഓക്കെ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു അവേഴ്സും കൂടി ഒരവറും കൂടി കിട്ടുകയാണെങ്കിൽ ഞാൻ ഗൈഡിലെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണെങ്കിൽ അറിയാം. രണ്ടാമത്തെ ചാപ്റ്റർ വളരെ വലുതാണ്, പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നിരുന്നാലും ടേം എക്സാം വരുന്നുണ്ട്. ഡേറ്റും കാര്യങ്ങളൊന്നും തന്നിട്ടില്ലാന്ന് തോന്നുന്നു അല്ലെ? തന്നിട്ടില്ലല്ലോ. ചിലപ്പോ ഈ ആഴ്ച തന്നെ ഉണ്ടാവാം കേട്ടോ, അറിയില്ല. അപ്പോ അതിന് മുമ്പൊരു റിവിഷൻ തന്നതാണ് മിസ്. കൃത്യമായിട്ട് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഫുള്ളും ഉണ്ടാവും. കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ. ടൈം കിട്ടുന്നതനുസരിച്ച് എനിക്കറിയാം കുട്ടികളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മുടെ ചാപ്റ്റർ വലുതായതുകൊണ്ട് പഠിച്ചു തീരില്ല. കൃത്യമായിട്ട് ടൈം കിട്ടുന്നതനുസരിച്ച് ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെക്കും കേട്ടോ. ഓരോ കോഡും കാര്യങ്ങളൊക്കെ നോക്കി അത് കൃത്യമായിട്ട് എന്തെങ്കിലും കോഡൊക്കെ കൊടുത്തിട്ട് പഠിച്ചു വെക്കാം. കുറെ പോയിന്റ്സുകൾ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ സെക്കൻഡ് ചാപ്റ്റർ.
ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് സെക്കൻഡ് ചാപ്റ്റർ വായിച്ച് റിവിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.